അപ്പോൾ ഇന്ന് ലഞ്ചിന് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ആദ്യത്തെ ടിഫിൻ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ടിഫിൻ ടിഫിൻ എടുത്ത് വെച്ചു. 1 2 3 4 ടിഫിനുണ്ട്. അപ്പോൾ ആദ്യത്തെ ടിഫിൻ മില്ലറ്റ് റൈസാണ്. അല്പം പിക്കിൾ മേളിലിട്ടിട്ടുണ്ട്. നാരങ്ങ പിക്കിളാണ് കേട്ടോ. ഇത് പപ്പടം. അയ്യോ, താഴെ പോയാൽ പിന്നെ എടുത്ത് മാറ്റി വെക്കുക. പിന്നെ അതിനകത്തൊരു കൊണ്ടാട്ടം മുളകുണ്ട്. പിന്നെ ഇത് പാവയ്ക്ക തോരനാണ്. തേങ്ങയൊക്കെ അരച്ച് വെച്ച് പാവയ്ക്ക തോരൻ. ചെറിയ പാവയ്ക്ക, നല്ല കയ്പുണ്ട് കേട്ടോ ഇതിന്. പിന്നെ ഇത് മത്തങ്ങ പച്ചടി. അകത്ത് ഓറഞ്ച് കളറുള്ള മത്തങ്ങ കൊണ്ട് ഉണ്ടാക്കിയ പച്ചടിയാണ്. നല്ല ടേസ്റ്റിയാണ്. പച്ചടി ഉണ്ടാക്കുന്ന അതേ രീതി തന്നെ, പക്ഷേ മത്തങ്ങ ആയിരിക്കും. ഇതിന് നല്ല മധുരമുണ്ട്. പിന്നെ അപ്പോൾ പാലക്കാടൻ ടിഫിൻ ആരാണ്ട് എന്താണെന്ന് നോക്കാം. തൈരാണ്, അത് മാറ്റി വെച്ചു. ഇത് ക്യാബേജ് തോരനാണ്. ക്യാബേജ് തോരനെടുക്കാം, അല്ലെങ്കിൽ ഉപ്പേരി എന്ന് പറയും. ഇത് ചോറ്, വെള്ളരിച്ചോറ് അല്ലേ. ഇത് കാളൻ. അപ്പം വേറൊന്നുമില്ല. അപ്പോൾ പിന്നെ ഇനിയും നമുക്ക് ചാമേരി എടുത്ത് നിരത്തി വെച്ചു. ഇനിയും കഴിക്കാം. അപ്പോൾ ആദ്യം പപ്പടം ഇത് എയർ ഫ്രയറിൽ ഇട്ടുകൊണ്ട് നല്ല കട്ടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് സെപ്പറേറ്റ് കഴിച്ചത്. പൊടിച്ച് കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എയർ ഫ്രയറിന് നല്ല കട്ടിയാണ്. അപ്പോൾ കാളനെടുത്തു. പിന്നെ ക്യാബേജ് തോരനെടുത്തു. അതിനുശേഷം മത്തങ്ങ പച്ചടി എടുത്തു. പിന്നെ പാവയ്ക്ക തോരൻ. പിന്നെ ഇതൊക്കെ ഞാൻ സെപ്പറേറ്റാണ് കഴിക്കുന്നത്. പക്ഷെ നിങ്ങളെ കാണിച്ച് സെപ്പറേറ്റ് കഴിക്കണമെങ്കിൽ ഭയങ്കര നീളമായി പോവും വീഡിയോയ്ക്ക്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചേർത്ത്, അപ്പോൾ അത് കഴിഞ്ഞപ്പം മുളകുണ്ടായിരുന്നു കൊണ്ടാട്ടം, അതെടുത്തൊന്ന് പൊടിച്ച് റെഡിയാക്കി കഴിച്ചു. പലരും ചോദിക്കാറുണ്ട് ഇതെങ്ങനെ ഒന്നിച്ച് കഴിക്കുമ്പോൾ ടേസ്റ്റ് അറിയുന്നത്. പക്ഷേ എനിക്ക് ഒന്നിച്ച് കഴിക്കുന്നത് ഇഷ്ടമാണ്, കുഴപ്പമില്ല. അങ്ങനെ കഴിക്കുന്നവർക്ക് അങ്ങനെ കഴിക്കാം. സെപ്പറേറ്റ് ഓരോ കൂട്ടാനും എൻജോയ് ചെയ്ത് കഴിക്കുന്നതാണ് രീതി. അത് കഴിക്കാം. എന്തായാലും നല്ല ടേസ്റ്റി കോമ്പിനേഷനാണ്. അപ്പോൾ എൻജോയ് ഇറ്റ്.